ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. രണ്ട് ബാധ്യതകളെ നിർവഹിച്ചുകൊണ്ടാണ് മതം പ്രധാനമായും പൂർണ്ണമാവുന്നത്. ഒന്ന് ദൈവത്തിനോടുള്ള ബാധ്യതയാണ്, രണ്ടാമത്തത് സഹജീവികളോടുള്ള ബാധ്യതയാണ്. ഈ രണ്ട് ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിതം സാർത്ഥകമാവുക. അപ്പോഴാണ് അയാളുടെ മരണാനന്തരമുള്ള ജീവിതം വിജയപ്രദവും ആവുക. അതുകൊണ്ട് ഒരാളുടെ വിശ്വാസം എന്നത്, ഒരാളുടെ മതം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളുടെ ഉടയവനായ അള്ളാഹുവിനോടുള്ള, ദൈവത്തിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും കരസ്ഥമാക്കണമെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടേ മതിയാവും. മനുഷ്യർക്ക് ശേഷം ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, സസ്യജലതാദികൾ എല്ലാത്തിനുമോടുമുള്ള ബാധ്യതാ നിർവഹണം കൃത്യമാക്കുക എന്നതാണ് ജീവിത പരീക്ഷ എന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ ഭൂമിയിലെ ദൗത്യം ഈ രണ്ട് മുഖങ്ങളെയും കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. പള്ളിയിൽ ആരാധനയിലുള്ള നിഷ്ഠ പോലെ പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള നിഷ്ഠയും കൂടി ഉണ്ടാകണമെന്നതാണ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പാഠം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായും ഇത് ആ അർത്ഥത്തിൽ നമ്മളുടെ ഈ മേഖലയിൽ ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, ജനസമൂഹങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്തിണക്കുക, ആളുകളെ ഒന്നിച്ചിരുത്തുക, ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രയത്നങ്ങൾ നടത്തുക, അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന പലിശയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഒറ്റപ്പെട്ടുപോയ, കിടന്നുപോയ, വീണുപോയ, നോക്കാൻ ആരുമില്ലാത്ത മനുഷ്യ സഹോദരങ്ങളെ അവരുടെ അടുത്ത്, അവരുടെ രോഗക്കിടക്കയിൽ സാന്ത്വന സ്പർശമായി, അവരുടെ നെറ്റിയിൽ കുളിരുന്ന കൈയായി ചേർന്നു നിൽക്കുക എന്നത്, അത് ആ ധർമ്മം നിർവഹിക്കുക. അതിനാണ് ഈ ആസ്ഥാനം, അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഗതിവേഗം ഉണ്ടാവുക എന്നതാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിക പ്രസ്ഥാനം ഒരു സംഘടന മാത്രം ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന കാര്യമല്ല. നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ സഹകരണവും കൂട്ടായ ശ്രദ്ധയും കൂട്ടായ്മയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക. തീർച്ചയായും ഈ നാട്ടിലെ, മറുനാട്ടിലെ ഉദാരമതികളായ മനുഷ്യരുടെ അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ ഒരു പങ്കിലൂടെയാണ് നാളിതുവരെ ഈ സംവിധാനങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃതജ്ഞതാപൂർവവും പ്രാർത്ഥനാപൂർവവും ഓർക്കുകയാണ്. കനിവിന്റെ ചാർജുള്ള ബഹുമാന്യനായ സലീം താഹയുടെ നേതൃത്വത്തിൽ കനിവ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ സഹായത്തിന്റെ കൈകൾ നീട്ടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഓർക്കുകയാണ്. ഒപ്പം ഇന്നിപ്പോ സ്വന്തം തറവാടിനെ, സ്വന്തം വീടിനെ, സ്വന്തം കുടുംബത്തിനെ ലക്ഷങ്ങള് ഭൂമിയിൽ കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒന്നിനെ വളരെ കൃത്യമായി, ഏറ്റവും വലിയ കച്ചവടം, ഏറ്റവും ലാഭകരമായ കച്ചവടം എന്ന് പറയുന്നത്, ബാക്കി എല്ലാ സമ്പത്തും നമ്മൾ കണ്ണടയുന്നതോടുകൂടി നമ്മുടെ ഭൂമി എന്ന് നമ്മൾ വിചാരിക്കുന്നത്, നമ്മളുടെ പണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്, നമ്മളുടെ പ്രാണൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിരിയുന്നത് വരെ നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നമ്മളോട് പറയും. സമ്പത്ത് നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്റെയാണ്, ഞാൻ നിന്നോടൊപ്പമാണ്, എന്റെ മാല്, എന്റെ പണം എന്ന് പറയുന്നത് നിന്നൊപ്പമാണ് ഞാൻ, നിന്നോടൊപ്പമാണ് ഞാൻ. നമ്മളുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പിരിയുന്ന സമയത്ത് സമ്പത്ത് പറയും, ഇനി മുതൽ ഞാൻ നിന്റെതല്ല. പിന്നെ സമ്പത്ത് ആരുടേതാണ്? സമ്പത്ത് പിന്നെ അനന്തരാവകാശികൾക്ക്, മറ്റുള്ളവർക്ക് പോയി. നമ്മളുടെ സമ്പത്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതല്ല എന്നതാണ്. ഭാര്യാസന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അവരൊക്കെയും നമ്മൾ അവരെയാണല്ലോ ചേർത്ത് നിർത്തുന്നത്. അവരൊക്കെയും നമ്മൾ നിരന്തരോടും പറയും, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൃതശരീരമായിട്ട് വീടിന്റെ തിണ്ണയിൽ മൃതശരീരമായി കിടക്കുന്ന ഒരു സമയത്ത് കണ്ണീർ തൂകിക്കൊണ്ട് അവർ കുറച്ചു നേരം കൂടി കരയും. പക്ഷേ ഖബർസ്ഥാനിലെ 6 അടി മണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവര് പിന്നെ വാപ്പയോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മളോടൊപ്പം വരില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ പേര് പോലും നഷ്ടപ്പെടും. പക്ഷെ അപ്പൊ നമ്മളുടെ സമ്പാദ്യം ഏതാണ്? തുടർന്നുള്ള യാത്രയിൽ നമ്മളുടെ സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ
നമ്മൾ നാളേക്ക് വേണ്ടി കരുതി വെച്ചത്, നാളേക്ക് വേണ്ടി നീക്കി വെച്ചത്. എന്റെ അന്നത്തിൽ നിന്ന് എനിക്ക് എന്റെ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടായിരിക്കെ എന്റെ അയൽവാസിയുടെ പട്ടിണി മാറ്റിയത്, എന്റെ കൈകൊണ്ട് എന്റെ അടുത്ത രോഗിക്ക് സാന്ത്വനമേകിയത്, എന്റെ സമ്പത്ത് കൊണ്ട് മറ്റൊരുത്തന്റെ പ്രയാസങ്ങൾ കണ്ണീരൊപ്പുവാൻ ഞാൻ നീക്കിവെച്ചത്, ആ സമ്പത്ത്, നമ്മൾ ചെയ്ത ദാനത്തെ, നമ്മൾ ചെയ്ത മറ്റുള്ളവർക്കായി നമ്മൾ മാറ്റിവെച്ച നമ്മളുടെ സമ്പത്ത് മരണാനന്തരം നമ്മളോട് പറയും, ഞാൻ നിന്റെ ഒപ്പമുണ്ട്. അങ്ങോട്ടുള്ള നിന്റെ യാത്രയിൽ മുഴുവൻ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന നിന്റെ ആത്മാവിന്റെ യാത്രകളിൽ നീ എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ ഞാൻ നിന്നോടൊപ്പമുണ്ട്. അപ്പോൾ ഏറ്റവും ലാഭകരമായ കച്ചവടം ബഹുമാന്യനായ അമീർ അവർകൾ സൂചിപ്പിച്ചു. റഹീം സാർ നിർവഹിച്ച ലാഭകരമായ കച്ചവടം, നമുക്ക് വാഹനം നൽകിയ ഉദാരമതി നിർവഹിച്ച ലാഭകരമായ കച്ചവടം, പട്ടിണി പാത്രത്തിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഈ സംവിധാനത്തിന് വേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ നൽകിയിരിക്കുന്ന നിസ്സാരമായ രൂപ ദൈവത്തിന്റെ അടുത്തത് ഏറ്റവും മൂല്യവത്താണ്. ആ പണം വരെ തീർച്ചയായും അതൊരു കരുതിവെപ്പും അതൊരു കാത്തുവെപ്പുമാണ്. ഇത് നമ്മളെ ഉണർത്തുന്നത്, സാക്ഷിയായ നമ്മളെ ഉണർത്തുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ വെട്ടിപ്പിടിച്ചും തേടിപ്പിടിച്ചും ആർജിച്ചെടുത്തും ഈ ഭൂമിയിലെ ജീവിതത്തെ വർണ്ണാഭമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമ്മളൊന്ന് ഓർക്കണം, നമ്മളുടെ അയൽ വീട്ടിലെ തേങ്ങലിനെ കുറിച്ച്, നമ്മളുടെ നാട്ടിലെ രോഗികളുടെ തത്വവിശ്വാസങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ വേദനകളെ കുറിച്ച്, ആളുകളുടെ കണ്ണീരുകളെ കുറിച്ച്, സങ്കടങ്ങളെ കുറിച്ച്. സാരമില്ലടോ, പോട്ടെ എന്ന് പറഞ്ഞ് തോളത്തൊരു തട്ടുകൊടുത്ത് മിണ്ടാൻ ആരുമില്ലാത്ത മനുഷ്യന്റെ ചുണ്ടിനു മുമ്പിൽ ഒന്ന് ചെവിയായി പോയിരിക്കുക എന്ന് പറയുന്ന വലിയൊരു ധർമ്മം നമുക്ക് നിർവഹിക്കുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ നാട്ടിൽ നേരത്തെ ബഹുമാന്യനായ അമീർ അവർകൾ സൂചിപ്പിച്ചതുപോലെ ഇവിടത്തെ മണ്ണിന് വേണ്ടി, ഇവിടത്തെ മനുഷ്യർക്ക് വേണ്ടി, പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി വിശ്വാസത്താൽ പ്രചോദിതരായിക്കൊണ്ട് നമുക്ക് ആളുകളെ ചേർത്തു പിടിച്ച് ഭൂമിയിൽ ഒരു സ്വർഗത്തിന്റെ പരിമളം ഉണ്ടാകണം. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ജീവിതയാത്രയിൽ തമ്പുരാന്റെ സ്വർഗത്തണലിലേക്ക്, സ്വർഗത്തിന്റെ ശീതള ഛായയിലേക്ക് കയറി നിൽക്കുവാൻ മനുഷ്യനാണ് മുഖ്യം, മനുഷ്യനാണ് പ്രധാനം. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മനുഷ്യന്റെ മുമ്പിൽ അതിന്റെ ദയാവായ്പും സ്നേഹഹസ്തങ്ങളും തുറന്നുവെക്കും. തീർച്ചയായും നമ്മളുടെ മുമ്പിൽ ജാതിയുടെ, മതത്തിന്റെ പരിഗണനകളിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന പ്രശ്നമേ ഇല്ല എന്നത് സഹജമായ അതിന്റെ സംസ്കാരമാണ്. ചേർത്തു പിടിച്ചുകൊണ്ട്, മനുഷ്യന്റെ കണ്ണീരൊപ്പിക്കൊണ്ട്, മനുഷ്യന്റെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ നാടിൽ ഈ കനിവ് സെന്റർ എന്ന് പറയുന്നത് ഇതൊരു സെന്ററിൽ നിന്നൊഴുകേണ്ടുന്ന കനിവല്ല. ഇതിന് സാക്ഷികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകേണ്ട, ഉറവയെടുക്കേണ്ട മഹാപ്രവാഹത്തിന്റെ പേരുമാണ് കനിവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സമാപിക്കുകയാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി ത്യാഗം ചെയ്തവർ, തീർച്ചയായും ബഹുമാന്യനായ ഇസ്ഹാഖ് സാർ, ബഹുമാന്യനായ കെ ഇബ്രാഹിം സാർ തുടങ്ങിയിട്ട് കുറേയധികം ആളുകൾ, ചെറുപ്പക്കാര്, വിദ്യാർത്ഥികള്, യുവാക്കള്, കുറെ ആളുകളുടെ അത്യധ്വാനവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്, മുന്നോട്ടുള്ള യാത്രയിലുണ്ട്. ഒപ്പം സഹകരിക്കുന്ന, ഒരിക്കലും നമ്മൾ കാണുക പോലും ചെയ്യാത്ത, നേരത്തെ ഇവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി, ആരാണ് അദ്ദേഹം എന്ന് പോലും അറിയില്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ സംഭാവന കൊണ്ട് ഗുണഭോക്താക്കളെ ഒരിക്കലും ജീവിതത്തിൽ കാണുക പോലും ചെയ്യില്ല. പേരറിയാത്ത, കാണുക പോലും ചെയ്യാത്ത ഒരുപാട് നല്ല മനുഷ്യരെന്ന പേരിന് അർത്ഥമുണ്ടാക്കുന്നവർ എല്ലാവരെയും കരുണാവാരിധിയായ തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ചെയ്ത ഓരോ ത്യാഗവും, ഓരോ അധ്വാനവും, ഓരോ വാക്കും, ഓരോ നടപ്പും, ഓരോ ചിന്തിക്കാശും കരുണാപൂർവം, ദയാപൂർവം കരുണാവാരിധിയായ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. എന്തൊരുദ്ദേശത്തിലാണോ ഇസ്ലാമിക പ്രസ്ഥാനം ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ദൗത്യത്തെ അതിന്റെ മിഴിവോടെ, അതിന്റെ തികവോടെ പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ സഹായിക്കുമാറാവട്ടെ. ദാനം ചെയ്തവർ, സദഖ ചെയ്തവർ, അവരുടെ ഭൂമിയിലെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ. അവരുടെ പാരത്രിക ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലങ്ങളായി ഇതെത്തിച്ചേരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
وارحمنا يا راحم المساكين واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.